അതിമനോഹരമായിട്ടുള്ള ഒരു കാർ പോർച്ചാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത്. അത് ഇറ്റാലിയൻ ഡിസൈനോട് മാച്ച് ആയിട്ടുള്ള ഒരു ടൈലിൽ വരുന്ന ഒരു ഡിസൈനാണ്. നല്ലൊരു അടിപൊളി രണ്ട് ഡോർ തന്നെയാണ് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഇത് ലെങ്തി ആയിട്ടുള്ള ഒരു കോർണർ സോഫ സെറ്റാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ മുകൾ ഭാഗത്ത് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത് മാർബിൾ ഡിസൈനാണ്. ഭയങ്കര ഒരു ഫീല് കിട്ടും ഈ ഒരു സ്റ്റെയർ. സിൽക്കൺ ബ്രൗൺ എന്ന് പറയുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. ഹായ് ഫ്രണ്ട്സ്, സ്റ്റോൺ ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കൊച്ചിയിൽ കാക്കനാടാണ്. കാക്കനാട് അലിഖാൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അലിഖാൻ്റെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. 2500 സ്ക്വയർ ഫീറ്റിൽ പണി കഴിച്ച ഒരു അതിമനോഹരമായൊരു വീടാണ് അലിഖാൻ്റെത്. എല്ലാ കംപ്ലീറ്റ് വർക്കും ഏകദേശം തീർന്നിട്ടുണ്ട്. ഏകദേശം ഒരു കഴിഞ്ഞ ആഴ്ചയാണ് വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കാർ പോർച്ചാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു കാർ പോർച്ചാണ്. അത്യാവശ്യം സ്പേസസ് ആയ ഒരു ഏരിയയിൽ തന്നെ ഈ കാർ പോർച്ച് നൽകിയിട്ടുണ്ട്. ഈ ഒരു സൺസൈഡ് ഹൊറിസോണ്ടലായി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ആ മതിൽ വരെ കൊടുത്തിട്ടുണ്ട്. നല്ല അതിമനോഹരമായിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം. അതുപോലെ തന്നെ ലേസർ കട്ടിങ് മെറ്റൽ ഷീറ്റാണ് സൈഡ് വാള് ചെയ്തിട്ടുള്ളത്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഗോൾഡൻ ബ്ലാക്ക് കളേഴ്സിലാണ് ഇത് നൽകിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് മൊത്തത്തിൽ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ലൊരു വൈബ് വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. ഈ വീടിൻ്റെ മുറ്റം അതിമനോഹരമാക്കിയിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉപയോഗിച്ചിട്ടാണ്. ചില ആളുകൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു വൺ സൈഡ് മാത്രമേ കൊടുക്കാനുള്ളൂ. പക്ഷേ ഇത് 4 ഭാഗത്തും ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് സിറ്റൗട്ടിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നല്ല ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഒരു ചോക്കോ കളറിൽ ഫോഷ്യയിൽ വരുന്ന ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് സ്ലാബാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ സിറ്റൗട്ടിൽ നൽകിയിട്ടുള്ള 2 പില്ലറിലും നൽകിയിട്ടുള്ളത് യൂറോ സ്റ്റോണിൻ്റെ ഒറിജിനൽ സ്റ്റോൺ പ്രൊഡക്റ്റ് ഗ്ലാഡിംഗ് ആണ്. ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫീലിങ്സ് തന്നെ വേറൊരു വൈബാണ്. ഇതിൻ്റെ ഗ്ലാഡിംഗ് ടൈലും വരുന്നുണ്ട്. പക്ഷേ സ്റ്റോൺ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീലിങ്സ് വേറൊരു ലെവൽ തന്നെയാണ്. ഈ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് ഫ്ലോറിങ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ മൊത്തം ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് വരുന്നത് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ്. ആ മെറ്റീരിയൽ കംപ്ലീറ്റ് നൽകിയിട്ടുള്ളത് ബ്രഷ്യ അറോറ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അത് ഇറ്റാലിയൻ ഡിസൈനോട് മാച്ച് ആയിട്ടുള്ള ഒരു ടൈലിൽ വരുന്നൊരു ഡിസൈനാണ്. ഈ ഒരു ഇറ്റാലിയൻ ഈ ഒരു ബ്രഷ്യയും അതുപോലെ തന്നെ ഈ ഒരു ചോക്കോ ഡിസൈനുള്ള ഈ ഒരു ടൈലും തമ്മിൽ നല്ല ഒരു കോമ്പിനേഷനാണ്, കളർ കോമ്പിനേഷനാണ്. ഈ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് തന്നെയാണ് ഡോറ് നൽകിയിട്ടുള്ളത്. 2 വലിയ ഡോർ ഹാൻഡിൽസ് ഉണ്ട് ഈ ഡോറിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ചാവി ഇടുന്ന ഭാഗം ഏകദേശം ഒരു മുകൾ ഭാഗത്താണ്. നല്ല അത്യാവശ്യം നല്ലൊരു വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി 2 ഡോർ തന്നെയാണ് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു ലിവിങ് സ്പേസ് ആണിത്. ലിവിങ് സ്പേസിൽ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു കോർണർ സോഫ സെറ്റാണ് നൽകിയിട്ടുള്ളത്. ഒരു പിങ്ക് കളറിലാണ് ഇതിൻ്റെ കളർ വരുന്നത്. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത് മാർബിൾ ഡിസൈനാണ്. അതിമനോഹരമായിട്ട് തന്നെ ഈ ഒരു സീലിംഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മൊത്തത്തിൽ നല്ലൊരു ലുക്കാണ് ഈ ഒരു ലിവിങ്ങിന് നോക്കുമ്പോൾ കിട്ടുന്നത്. ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 8 പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിംഗ് നൽകിയിട്ടുള്ള ബ്രഷ്യ അറോറ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് കറക്റ്റ് ഒരു ബുക്ക് മാച്ച് ഡിസൈന് ആക്കിയിട്ടാണ് വിരിച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഡൈനിങ് ഹാളിൻ്റെ അതായത് ഡൈനിങ് ടേബിൾ വെച്ചിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് പ്രയർ റൂമും അതുപോലെ തന്നെ വാഷിംഗ് യൂണിറ്റും നൽകിയിട്ടുള്ളത്. വാഷിംഗ് യൂണിറ്റ് ഒരു ഗോൾഡൻ വാഷ് ബേസിനാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടാൻ ബ്രൗൺ ആണ് ഇതിൻ്റെ ടേബിൾ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ റൗണ്ട് ഷേപ്പ് മിററും നൽകി
നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെയറിന് ചെയ്തിട്ടുള്ള ഈ വുഡിൻ്റെ ഡിസൈനുള്ള ഈ ഒരു ടൈല് കറക്റ്റ് വുഡിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. കാരണം ഇതിൻ്റെ കറക്റ്റ് ഇത് നമുക്ക് ശരിക്കും ഈ ഒരു ഭാഗങ്ങളിൽ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കുഴിഞ്ഞു പോയ ഒരു ഫീല് വരെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ടൈലാണ്, കറക്റ്റ് വുഡാണ് എന്നുള്ളത്. ആര് കണ്ടാലും ഇത് വുഡാണോ ടൈലാണോ എന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു ലെവലിലുള്ള ഒരു ടൈലാണ് ഈ ഒരു മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റും അതുപോലെ തന്നെ സൈഡിലൂടെ പ്രൊഫൈൽ ലൈറ്റും നൽകി അതിമനോഹരമായിട്ട് തന്നെ ഈ ഒരു സ്റ്റെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റെയറൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, ഭയങ്കര ഒരു ഫീല് കിട്ടും ഈ ഒരു സ്റ്റെയർ. അതുപോലെ തന്നെ ഈ വീടിൻ്റെ അപ്സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഫ്ലേസിൽ വരുന്ന സിൽക്കൻ ബ്രൗൺ എന്ന് പറയുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. മാർബിളിൻ്റെ അതേ സെയിം ബുക്ക് മാച്ചിൽ കിട്ടുന്ന ഒരു സൂപ്പർ മെറ്റീരിയലാണിത്. ഇതിന് സെൻറ്ററിൽ ഒരു ഗോൾഡൻ അപ്പോക്സി നൽകി അതിമനോഹരമായിട്ട് തന്നെ ഈ ഒരു ഡിസൈന് ഇവിടെ ഫ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാക്കനാട് അലീഖാൻ്റെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ടെങ്കിലും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പോയിൻറ്റ്സുകൾ മാത്രമാണ് നമ്മളെടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്കും ഷെയർ ബട്ടണും ഒന്ന് അമർത്തി, പിന്നെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഒരുപാട് വീടുകൾ എടുക്കാൻ പുതിയ പുതിയ കൺസെപ്റ്റുകളൊക്കെ നോക്കി നടക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കൂടി ഒന്ന് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.